ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾ വേർഡ് ഓഫ് 8255 ഐസിയും ഓപ്പറേറ്റിംഗ് മോഡ്സ് ഓഫ് 8255 ഐസിയുമാണ്. സോ 8255 ഐസി ഹാവിംഗ് 8 ബിറ്റ് ഓഫ് കൺട്രോൾ വേർഡ് D0 തൊട്ട് D7 വരെ 8 ബിറ്റ് ഉള്ള ഒരു കൺട്രോൾ വേർഡ് അല്ലെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ ആണ് ഉള്ളത്. സോ കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് കൺട്രോൾ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ആണ് കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. ദിസ് കൺട്രോൾ വേർഡ് വിൽ ബി സെലക്ടഡ് ബൈ A0 and A1 ടെർമിനൽ ഓഫ് 8255. നമ്മൾ ആ മുമ്പത്തെ വർക്കിംഗ് പഠിച്ചില്ലേ, റീഡ് ആൻഡ് കൺട്രോൾ ലോജിക്കിൽ A0 ആൻഡ് A1 പഠിച്ചിരുന്നു. A0ലും A1ലും വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഏത് പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് 1 കൊടുക്കുമ്പോൾ എന്താണ് സെലക്റ്റഡ് ആവുന്നുണ്ടായിരുന്നത്, 1 കൊടുക്കുമ്പോഴാണ് കൺട്രോൾ വേർഡ് അല്ലെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ സെലക്ട് ആവുന്നുണ്ടായിരുന്നത്. A1 നമ്മുടെ ആ റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിൽ A1ലും A0ലും 1 കൊടുക്കുമ്പോഴാണ് എന്ത് സെലക്ട് ആവുന്നത്, കൺട്രോൾ രജിസ്റ്റർ അവിടെ സെലക്ട് ആവുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം, ഇഫ് A0 and A1 pins are 1 then control register will get selected and load the control word to D0 to D7 pins of 8255 IC എന്ന് നമുക്ക് പറയാൻ സാധിക്കും. It defines working of input output ports A, B and C. ഇത് പോർട്ടുകൾ ഉണ്ടല്ലേ, 3 പോർട്ട് A, B and C. ഇവരെ എങ്ങനെ വർക്ക് ചെയ്യണം, ഇൻപുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ, ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ, റീഡ് ഓപ്പറേഷൻ നടക്കണോ, റൈറ്റ് ഓപ്പറേഷൻ നടക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ കൺട്രോൾ രജിസ്റ്ററിൽ 8 ബിറ്റ് ആണുള്ളത്. ഇതിൽ ഓരോ ബിറ്റും നമുക്ക് ഇനി പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ D7 ബിറ്റ് നോക്കാം. ഈ ഒരു ബിറ്റില് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ, D7 എന്ന് പറയുന്ന ബിറ്റില് 1 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ 8255 IC വിൽ വർക്ക് ഇൻ IO മോഡ്. ഓക്കെ, ഇനി D7 ബിറ്റിൽ 0 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ 8255 IC വിൽ വർക്ക് ഇൻ BSR മോഡ്. സോ D7 ബിറ്റിൽ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ IO മോഡിലായിരിക്കും 8255 IC വർക്ക് ചെയ്യുക. 0 കൊടുക്കുകയാണെങ്കിൽ BSR മോഡിലായിരിക്കും 8255 IC വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്തായിട്ട് നമുക്ക് D5 ആൻഡ് D6 ബിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഈ 2 ബിറ്റ്സും യൂസ് ചെയ്യുന്നത് to define in which mode port A is working. പോർട്ട് A ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് D5, D6 ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോർട്ട് A 3 മോഡിലും വർക്ക് ചെയ്യും. മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ 2 ബിറ്റ് 00 ആണെങ്കിൽ പോർട്ട് A മോഡ് 0യിൽ വർക്ക് ചെയ്യും. മോഡ് 0 ഏതാണ്, സിമ്പിൾ IO മോഡ്. 01 ആണെങ്കിലോ അത് മോഡ് 1 ഹാൻഡ് ഷേക്ക് IO മോഡിൽ വർക്ക് ചെയ്യും. 1X ആണെങ്കിൽ 10 അല്ലെങ്കിൽ 11 വരാം. X എന്ന് പറയുന്നത് ഡോൺ കെയർ ആണ് അല്ലെ. ഈ 10 അല്ലെങ്കിൽ 11 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതിൽ വർക്ക് ചെയ്യും, മോഡ് 2ല് വർക്ക് ചെയ്യും. സോ ഈ 2 ബിറ്റിൽ ഈ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ അത് ഏതൊക്കെ മോഡിൽ വർക്ക് ചെയ്യും എന്നുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ പഠിച്ചത്. 00 ആണെങ്കിൽ 2 00 വരികയാണെങ്കിൽ മോഡ് 0, 01 വരികയാണെങ്കിൽ മോഡ് 1 ഡോൺ കെയർ 10 അല്ലെങ്കിൽ 11 വരാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 8255 ICയുടെ പോർട്ട് A എന്തിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, മോഡ് 2 മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. മോഡ് 2 ഏതാണ്, ബൈ ഡയറക്ഷണൽ ഇൻ ഹാൻഡ് ഷേക്ക് IO മോഡാണ്. അടുത്ത നമുക്ക് നോക്കാം, അടുത്ത ബിറ്റ് ഏതാണ്, D4 ബിറ്റ് ആണ്. ഈ D4 ബിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ പോർട്ട് A ഇൻപുട്ട് പോർട്ടായിട്ടാണോ അത് ഔട്ട്പുട്ട് പോർട്ടായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ പോർട്ട് എയിൽ 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ D4 ബിറ്റിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് A എന്ത് ചെയ്യും, പോർട്ട് A ഇൻപുട്ട് ആയിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ D4 ബിറ്റിൽ 1 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് A എന്ത് ആയിട്ടാണ് ആക്ട് ചെയ്യുക, ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ 0 കൊടുക്കുകയാണെങ്കിലോ D4 ബിറ്റിൽ 0 കൊടുക്കുകയാണെങ്കിൽ പോർട്ട് A ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും. പോർട്ട് A എന്തായിട്ട് വർക്ക് ചെയ്യും, ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അടുത്തത് നമുക്ക് PCU അതായത് പോർട്ട് C അപ്പർ D3 എന്നുള്ള ബിറ്റ് നോക്കാം. D3 എന്നുള്ള ബിറ്റ് പോർട്ട് C അപ്പറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ബിറ്റില് 1 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് സിയുടെ അപ്പർ ബിറ്റ്സ് എന്ന് വെച്ചാൽ PC4 to PC7 വരെയുള്ള ബിറ്റ്സ് ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യും. 1 കൊടുത്താൽ 0 കൊടുത്താൽ അത് ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഏത്, പോർട്ട് സിയുടെ അപ്പർ നിബിൾസ് ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 0 കൊടുത്താൽ ഔട്ട്പുട്ട് പോർട്ടും 1 കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് പോർട്ടായിട്ടും ആക്ട് ചെയ്യും. അടുത്തത് നമ്മുടെ D1 എന്നുള്ള ബിറ്റാണ്. D1 അല്ല D2 എന്നുള്ള ബിറ്റാണ്. D2 എന്നുള്ള ബിറ്റില് പോർട്ട് ബിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോർട്ട് ബി ഏത് മോഡിൽ വർക്ക് ചെയ്യും എന്നുള്ളത് കാണിച്ചു തരുന്ന ബിറ്റാണ് ഈ D2 ബിറ്റ്. ഈ ഒരു ബിറ്റില് D2 എന്നുള്ള ബിറ്റിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ 8255 പോർട്ട് ബി മോഡ് 0 വർക്ക് ചെയ്യും. 1 കൊടുത്തു കഴിഞ്ഞാൽ മോഡ് 1 വർക്ക് ചെയ്യും. സോ D2 ബിറ്റില് 0 കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ബി മോഡ് 0 അല്ലെങ്കിൽ സിമ്പിൾ IO മോഡിൽ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ബി മോഡ് 1 അതായത് ഹാൻഡ് ഷേക്ക് IO മോഡിൽ വർക്ക് ചെയ്യും. അടുത്ത D1 എന്നുള്ള ബിറ്റ്, ഈ കൺട്രോൾ വേർഡിൽ D1 എന്നുള്ള ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോർട്ട് ബി ഇൻപുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ബിറ്റിലാണ്. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻപുട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഏത് പോർട്ട് ബി ഇൻപുട്ട് ആയിട്ടായിരിക്കും ഇൻപുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും. 0 ആണ് കൊടുക്കുന്നതെങ്കിൽ പോർട്ട് ബി ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അടുത്തത് D0 ബിറ്റ് ആണ്. D0 ബിറ്റ് നമുക്ക് നമ്മുടെ പോർട്ട് സിയുടെ ലോവർ നിബിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോർട്ട് സി ലോവറിനെ ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്യണോ ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു കൊടുക്കുക ഈ ഒരു ബിറ്റിലാവും. എന്ന് വെച്ചാൽ ഈ ഒരു D0 എന്നുള്ള ബിറ്റിൽ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ രജിസ്റ്ററിലെ D0 എന്നുള്ള ബിറ്റിൽ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് സിയുടെ ലോവർ നിബിൾസ് ദാറ്റ് ഈസ് PC0 to PC4 എന്ന് പറയുന്ന അത്രയും 4 നിബിൾസ് അല്ലെ, അത് നമുക്ക് 1 ആണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ട് സിയുടെ ലോവർ നിബിൾസ് ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യും. 0 ആണ് കൊടുക്കുന്നെങ്കിൽ പോർട്ട് സിയുടെ ലോവർ നിബിൾസ് ഔട്ട്പുട്ട് ആയിട്ടും ആക്ട് ചെയ്യും. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മുടെ ഈ ഒരു കൺട്രോൾ രജിസ്റ്റർ നമ്മുടെ 8255 IC ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. IO മോഡിലാണോ BSR മോഡിലാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. 3 മോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ IO മോഡ്, ഹാൻഡ് ഷേക്ക് IO മോഡ്, ബൈഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡ്, അടുത്തത് BSR മോഡ്. ഇതിൽ ഏത് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ വേർഡാണ്. ഇനി ഇത് IO മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബിറ്റ് 1 ആണ്, ഇത് ഒരു IO മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോർട്ട് A 3 മോഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഏതാണ്? മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. അതുപോലെ തന്നെ പോർട്ട് ബിക്ക് 2 മോഡിലാണ് വർക്ക് ചെയ്യാൻ സാധിക്കുക, മോഡ് 0ലും മോഡ് 1ലും. ആൻഡ് ഇവിടെ പോർട്ട് സി എന്ന് പറയുന്ന പോർട്ട് BSR മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. BSR മോഡിൽ മാത്രമാണ് പോർട്ട് സി നമുക്ക് വർക്ക് ചെയ്യുന്നത്. നമുക്ക് BSR മോഡ് നോക്കാം. BSR മോഡ് എന്ന് വെച്ചാൽ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് എന്നാണ് പറയുക. നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് BSR മോഡ് ഇറ്റ് ഓൺലി വർക്ക്സ് വിത്ത് പോർട്ട് സി. പോർട്ട് സിയുടെ കൂടെ മാത്രമാണ് BSR മോഡ് നമുക്ക് 8255 ICയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കിനി ഈ പോർട്ട് സി ആയിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലെ, ഈ ഒരു നമ്മുടെ BSR മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ കൺട്രോൾ രജിസ്റ്ററിൽ D7 ബിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ ഒരു ബിറ്റ് D7 ബിറ്റ് 0 ആണെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ BSR മോഡിലേക്ക് കൺട്രോൾ മാറുന്നത്. അപ്പോൾ കൺട്രോൾ രജിസ്റ്ററിന്റെ D7th ബിറ്റ് എന്ന് പറയുന്ന ആ ബിറ്റ് 0 ആയാൽ മാത്രമാണ് ഇത് BSR മോഡിലേക്ക് മാറുന്നത്. BSR മോഡില് D6, D5, D4 ബിറ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ D3, D2, D1 എന്നുള്ള ബിറ്റ്സ് പോർട്ട് സിയില് ഏത് ബിറ്റാണ് 1 ആവേണ്ടത് അല്ലെങ്കിൽ 0 ആവേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്നത് ഈ 3 ബിറ്റാണ്. D3, D2, D1 എന്ന് വെച്ചാൽ ഈ 3 ബിറ്റിൽ 0, 0, 0 വന്നു വെച്ചാൽ പോർട്ട് സി 0th ആ ഒരു പിന്നാണ് ആക്റ്റീവ് ആവുക. നമുക്ക് സെലക്റ്റഡ് ആവുന്നത് 0, 0, 1 ആണ് വന്നു വെച്ചാൽ പോർട്ട് സി 1 ആണ് സെലക്റ്റഡ് ആവുക. ഓക്കെ, 0, 1, 0 ആണെങ്കിൽ പോർട്ട് സി 2, അങ്ങനെ 1, 1, 1 ആണെങ്കിൽ പോർട്ട് സി 7 ആ ഒരു പിന്നാണ് സെലക്റ്റഡ് ആവുന്നത്. സോ നമുക്കിവിടെ പറയാം ഈ 3 ബിറ്റ് D3, D2, D1 എന്നുള്ള 3 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ടെർമിനൽസ് ഓഫ് പോർട്ട് സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. 0, 0, 0 ആണെങ്കിൽ പോർട്ട് സി 0 എന്ന PC0 എന്നുള്ള ടെർമിനലാണ് സെലക്ട് ആവുന്നത്. ഇനി ഈ ഒരു ബിറ്റില് PC0 എന്നുള്ള ബിറ്റില് 1 വേണോ 0 വേണോ മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് D0 എന്നുള്ള ബിറ്റാണ്. എന്ന് വെച്ചാൽ ഇവിടെ D0ല് 1 ആണ് വരുന്നെങ്കിൽ PC0ല് എന്തായിരിക്കും? ഇപ്പൊ നമ്മളിവിടെ 3 0, 0, 0 കൊടുത്താൽ PC0 എന്നുള്ള ടെർമിനൽ സെലക്ട് ആവും. അതില് D0ല് 1 കൊടുത്തു കഴിഞ്ഞാൽ PC0ല് എന്ത് വരും? 1 വരും. 0 കൊടുത്തു കഴിഞ്ഞാൽ PC0ല് എന്ത് വരും? 0 വരും. സോ എന്താണ് PC0ലേക്ക് മൂവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് D0 എന്നുള്ള ബിറ്റാണ്. സോ 1 ആണ് കൊടുക്കണമെങ്കിൽ സെറ്റ് ബിറ്റ് ഓഫ് പോർട്ട് സി, 0 ആണ് കൊടുക്കണമെങ്കിൽ റീസെറ്റ് ബിറ്റ് ഓഫ് പോർട്ട് സി ആണ് സംഭവിക്കുന്നത്. അപ്പോൾ PC0 തൊട്ട് PC7 വരെയുള്ള ഏത് ടെർമിനൽ നമ്മൾ സെലക്ട് ചെയ്യണം പോർട്ട് സിയിലെ എന്നുള്ളത് ഈ 3 ബിറ്റ് D3, D2, D1 തീരുമാനിക്കും. ആ കറസ്പോണ്ടിങ് ടെർമിനലിൽ എന്ത് ഡാറ്റയാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് D0 എന്നുള്ള ബിറ്റ് തീരുമാനിക്കും. 1 ആണെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് എടുത്ത നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്ത ആ ഒരു ബിറ്റ് സെറ്റ് ആവും. 0 ആണെങ്കിൽ ആ ഒരു ബിറ്റ് റീസെറ്റ് ആവും. എന്ത് ഡാറ്റയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? D0 എന്നുള്ള പിന്നാണ്.
സോ ഇതാണ് നമ്മുടെ BSR മോഡിന്റെ പോർട്ട് സി ആയിട്ടുള്ള ഓപ്പറേഷൻ. BSR മോഡിന് പുറമെ ഒരു മോഡ് കൂടി ഉണ്ടല്ലേ, അതേതാണ് IO മോഡ്. ഇനി നമുക്ക് എങ്ങനെയാണ് IO മോഡിൽ 8255 IC വർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. സോ മോഡ്സ് ഓഫ് 8255 IC നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലെ. IO മോഡിൽ വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ പോർട്ടാണ്? പോർട്ട് എയും പോർട്ട് ബിയും ആണ്. പോർട്ട് സി ഏത് മോഡിലാണ് വർക്ക് ചെയ്യുള്ളൂ? BSR മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത് മോഡ് 0 മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മോഡ്സ് ഓഫ് 8255 IC പറയുകയാണെങ്കിൽ നമുക്ക് പറയാം IO മോഡില് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ വർക്ക് ചെയ്യുന്നത് പോർട്ട് എയും പോർട്ട് ബിയും ആണ് മെയിൻ ആയിട്ട്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു പോർട്ട് എക്ക് എല്ലാ മോഡ്സിലും വർക്ക് ചെയ്യാം. മോഡ് 0, മോഡ് 1, മോഡ് 2. BSR മോഡിൽ പോർട്ട് എ വർക്ക് ചെയ്യില്ല. പോർട്ട് ബിക്ക് മോഡ് 0ലും അതുപോലെ തന്നെ മോഡ് 1ലും വർക്ക് ചെയ്യാൻ സാധിക്കും. പോർട്ട് സിക്ക് മെയിൻ ആയിട്ട് BSR മോഡിൽ, പിന്നെ വേണമെങ്കിൽ സിമ്പിൾ IO മോഡിലും വർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പോർട്ട് സി ഈസ് യൂസ്ഡ് ടു ഹാൻഡ് ഷേക്കിംഗ് at mode 1 and mode 2. Port C is used for handshaking at mode 1 and mode 2. നമ്മൾ ഇനി ഇവിടെ പറയുന്ന മോഡ് 0, മോഡ് 1, മോഡ് 2 നോക്കാം. മോഡ് 0 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ IO മോഡാണ്. സിമ്പിൾ IO മോഡിൽ നമുക്ക് ഡാറ്റേനെ ഡയറക്ട്ലി ഒന്നെങ്കിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. സോ ഔട്ട്പുട്ട്സ് ആർ ലാച്ച്ഡ് ആൻഡ് ഇൻപുട്ട്സ് ആർ നോട്ട് ലാച്ച്ഡ്. സോ പോർട്ടില് ഈ ഒരു പോർട്ടില് മോഡ് 0 ഇരിക്കുന്ന സമയത്ത് ആ ഒരു കറസ്പോണ്ടിങ് പോർട്ടിന് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, പോർട്ടിന് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. സോ മോഡ് 0 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ IO മോഡാണ്. അടുത്ത മോഡ് 1 ആണ്. മോഡ് 1 എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് ഷേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡാണ്. ഹാൻഡ് ഷേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ നമുക്കറിയാം ഐദർ ഇൻപുട്ട് ഹാൻഡ് ഷേക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഹാൻഡ് ഷേക്ക് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഹിയർ ഈച്ച് പോർട്ട് യൂസസ് 3 ലൈൻസ് ഫ്രം പോർട്ട് സി ആസ് ഹാൻഡ് ഷേക്ക് സിഗ്നൽസ്. 3 ലൈൻസ് പോർട്ട് സിയിൽ നിന്ന് ഹാൻഡ് ഷേക്കിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യപ്പെടും. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ലാച്ച്ഡ്. അതുപോലെ തന്നെ ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഈസ് സപ്പോർട്ടഡ് ഇൻ മോഡ് 1 IO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഷേക്ക് IO മോഡിൽ ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ മോഡ് 2 എന്ന് പറയുന്നത് ഏതാണ്? ബൈ ഡയറക്ഷണൽ IO മോഡാണ്. സോ വിത്ത് ഹാൻഡ് ഷേക്ക് അല്ലെ, ബൈ ഡയറക്ഷണൽ IO മോഡ് വിത്ത് ഹാൻഡ് ഷേക്ക് ആണ്. ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഹിയർ പോർട്ട് എ യൂസസ് 5 ലൈൻസ് ഫ്രം പോർട്ട് സി ആസ് ഹാൻഡ് ഷേക്ക് സിഗ്നൽസ്. പോർട്ട് എ പോർട്ട് സിയിൽ നിന്നുള്ള 5 ലൈൻസ് ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു മോഡിൽ ബൈ ഡയറക്ഷണൽ IO മോഡിലാണെങ്കിൽ പ്രത്യേകത നമുക്കറിയാം. എന്തായിരുന്നു? 2 ഡയറക്ഷനിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫ്രം 8255 ടു മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ പ്രൊസസർ ടു 8255. ഇത് രണ്ടും ഹാൻഡ് ഷേക്കിന് വേണ്ടിയിട്ട് 5 ലൈൻസ് ഓഫ് പോർട്ട് സി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ്. മോഡ് 0 എന്ന് പറയുന്നത് സിമ്പിൾ IO മോഡാണ്. മോഡ് 1 എന്ന് പറയുന്നത് ഹാൻഡ് ഷേക്ക് IO മോഡാണ്. ഐദർ ഇൻപുട്ട് ഹാൻഡ് ഷേക്ക് അതർവൈസ് ഔട്ട്പുട്ട് ഹാൻഡ് ഷേക്ക് ഈസ് പോസിബിൾ. മോഡ് 2 എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡാണ്. 2 ഡയറക്ഷനിൽ നമുക്ക് അവിടെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കും. ഈ ഒരു സ്ഥലത്ത് പോർട്ട് സിയുടെ 5 ലൈൻസിനെ നമ്മൾ ഹാൻഡ് ഷേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ 3 മോഡ്സ് ഓഫ് 8255 IC.